ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് സെബി പുറത്തിറക്കിയിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സെബി എന്നാൽ എന്താണ് എന്നുള്ളതാണ്. സെബി എന്ന് വെച്ചാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത് സെബി. ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത് ഏപ്രിൽ 12 1988. ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് സെബി ആദ്യം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. അതും ഉണ്ടാക്കിയതെന്നാണ് ഏപ്രിൽ 12 1988. It is an apex body to develop and regulate stock market in India. ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റുകളെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും ഡെവലപ്പ് ചെയ്യുന്നതിനും റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു അപ്പെക്സ് ബോഡിയാണ് ഇത്, ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത്, ഒരു സുപ്രീം ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് സെബി. സെബി ഈസ് ദ റെഗുലേറ്റർ ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സെക്യൂരിറ്റി മാർക്കറ്റിനെ, ഓഹരി മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെബിയാണ്. 1988 സെബി ഉണ്ടാക്കിയത്. പക്ഷേ 1992 ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫോമിലേക്ക് സെബി വന്നത്. സെബി ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 1992 സെബി ആക്ട് 1992 ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫോം എന്തിന് കിട്ടിയത്? സെബിക്ക് കിട്ടിയത്. പ്രധാനമായിട്ടും സെബിയുടെ ഒബ്ജക്റ്റീവ്, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സെബി ഈസ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. നിക്ഷേപകരുടെ താല്പര്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ ടു റെഗുലേറ്റ് സെക്യൂരിറ്റി മാർക്കറ്റ്, സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ നിക്ഷേപകരുടെ താല്പര്യത്തെ സംരക്ഷിക്കുക എന്നീ രണ്ട് ലക്ഷ്യങ്ങളാണെന്ത് സെബിക്ക് പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പബ്ലിക് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് സെബി കുറച്ച് ഗൈഡ് ലൈൻസ് സ്വാഭാവികമായിട്ട് ഇറക്കും. ഒരു റെഗുലേറ്റർ എന്നുള്ള രീതിയിൽ സെബി ഒരുപാട് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ ഗൈഡ് ലൈൻസാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഗൈഡ് ലൈനാണ്, ശ്രദ്ധിക്കുക. പ്രോസ്പെക്ടസ് ഹാസ് ടു ബി അറ്റാച്ച്ഡ് വിത്ത് എവരി ആപ്ലിക്കേഷൻ. ഒരു കമ്പനി കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു കമ്പനി കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ കമ്പനിയുടെ ഇൻവിറ്റേഷൻ ഡോക്യുമെൻ്റ് ആയിട്ടുള്ള പ്രോസ്പെക്ടസ് അറ്റാച്ച് ചെയ്തിരിക്കണം, കൂട്ടിച്ചേർത്തിരിക്കണം. അതാണ് ഒന്നാമത്തെ ഗൈഡ് ലൈൻ. രണ്ടാമത്തേതാണ്, എ കമ്പനി ഹാസ് ടു ഹൈലൈറ്റ് ദ റിസ്ക് ഫാക്ടേഴ്സ് ഇൻ ദി പ്രോസ്പെക്ടസ്. കമ്പനി പബ്ലിക് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്യുന്ന പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ റിസ്ക് ഫാക്ടേഴ്സും ഹൈലൈറ്റ് ചെയ്തിരിക്കണം. പിന്നെ മൂന്നാമത്തേത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഇഷ്യൂ ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, ലക്ഷ്യം എന്താണ് എന്ന് പറഞ്ഞിരിക്കണം. അതുപോലെ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ്, ഒരു നിക്ഷേപ അവസരത്തിൻ്റെ കോസ്റ്റ്, പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് മൊത്തത്തിൽ എത്രയാണ്, എത്ര പൈസയാണ് ഷെയർ മാർക്കറ്റിൽ നിന്നും നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പബ്ലിക് ഇഷ്യൂ പ്രോസ്പെക്ടസ് ടു ബി ഫയൽഡ് വിത്ത് ROC ആഫ്റ്റർ 21 days ഓഫ് ഫയലിംഗ് ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് വിത്ത് സെബി. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മുമ്പാകെ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ്, കരട് പ്രോസ്പെക്ടസ്, കരട് രേഖ, പ്രോസ്പെക്ടസിൻ്റെ ഒരു കരട് രേഖ ഫയൽ ചെയ്ത് 21 ദിവസത്തിനുള്ളിൽ പ്രോസ്പെക്ടസ് എന്ത് ചെയ്തിരിക്കണം? ROCക്ക് കൊടുത്തിരിക്കണം. ഓക്കെ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മുമ്പാകെ ഫയൽ ചെയ്തിരിക്കണം, പബ്ലിക് ഇഷ്യൂ ചെയ്തിരിക്കണം. പിന്നെ കമ്പനീസ് മാനേജ്മെൻറ്റ്, പാസ്റ്റ് ഹിസ്റ്ററി, പ്രസൻറ്റ് ബിസിനസ് ഓഫ് ദി ഫേം ഷുഡ് ബി ഹൈലൈറ്റഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. കമ്പനിയുടെ മാനേജ്മെൻറ്റ് എന്താണ്, അതുപോലെ പാസ്റ്റ് ഹിസ്റ്ററി, കഴിഞ്ഞ കാലത്തെ കമ്പനിയുടെ ചരിത്രങ്ങൾ എന്താണ്, പ്രസൻറ്റ് ബിസിനസ്, ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദി പ്രീമിയം. കമ്പനി ഷെയർ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ, പ്രീമിയത്തിനാണ് ഷെയർ ഇഷ്യൂ നടത്തുന്നത് എങ്കിൽ
എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പ്രീമിയത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്ന കാര്യം വ്യക്തമാക്കണം. അതുപോലെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ഓപ്പൺ ഫോർ മിനിമം 3 days. സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ത് ചെയ്തിരിക്കണം? മിനിമം 3 days എങ്കിലും എന്ത് ചെയ്തിരിക്കണം? പബ്ലിക്കിന് ഓപ്പൺ ആയിരിക്കണം. മാക്സിമം 10 വർക്കിംഗ് ഡേ എങ്കിലും. ഓക്കെ. പിന്നെ മിനിമം നമ്പർ ഓഫ് കളക്ഷൻ സെൻറ്റേഴ്സ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയിട്ടുള്ള മുംബൈ, ഡൽഹി, കൽക്കട്ട, ചെന്നൈ പോലെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായിട്ടും കളക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കണം. ഈ ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണിയൊക്കെ കളക്ട് ചെയ്യുന്ന കളക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ കളക്ഷൻ ഏജൻറ്റ്സ് ആർ നോട്ട് കളക്ട് അപ്ലിക്കേഷൻ മണി ഇൻ ക്യാഷ്. കളക്ഷൻ ഏജൻറ്റ്സ് എന്ത് ചെയ്യില്ല? അപ്ലിക്കേഷൻ മണി, അപേക്ഷാ പണം ക്യാഷായിട്ട് കളക്ട് ചെയ്യില്ല. ചെക്കായിട്ടോ DD ആയിട്ടൊക്കെ കളക്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ദ ക്വാണ്ടം ഓഫ് ഇഷ്യൂ ഷാൽ നോട്ട് എക്സീഡ് എമൗണ്ട് സ്പെസിഫൈഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന തുകയ്ക്ക് മുകളിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഷെയർ ഇഷ്യൂ പോകാൻ പാടില്ല എന്നും എന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്തിരിക്കണം? ഏതൊരു കമ്പനിയാണോ പബ്ലിക് ഓഫർ വെക്കുന്നത് ആ കമ്പനി എന്ത് ചെയ്തിരിക്കണം? ഒന്നോ അതിലധികമോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് എന്ത് ചെയ്തിരിക്കണം? സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, സെക്യൂരിറ്റീസ് വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ നേടിയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ ദ ഡീറ്റെയിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഓർ എക്സ്ചേഞ്ചസ് ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. കമ്പനിയുടെ ഓഹരികൾ വിൽപ്പന നടത്തുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെക്കുറിച്ചുള്ള വിവരങ്ങളോ എന്ത് ചെയ്തിരിക്കണം? പ്രോസ്പെക്ടസിൽ രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെയോ ഓൾ മണീസ് റിസീവ്ഡ് ഓൺ അപ്ലിക്കേഷൻ ഫ്രം ദി പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ടു ദ സെക്യൂരിറ്റീസ് ഷാൽ ബി കെപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഇൻ എ ഷെഡ്യൂൾഡ് ബാങ്ക്. അപേക്ഷാ പണമായിട്ട് നിക്ഷേപകരിൽ നിന്നും സ്വീകരിക്കുന്ന പണത്തെ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലെ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു? സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതാണ്. അതുപോലെ അണ്ടർ റൈറ്റിംഗ് ഈസ് മൻഡേറ്ററി. അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന കാര്യം നിർബന്ധമാണ്. ഒരു പബ്ലിക് ഇഷ്യൂ നടക്കുന്ന സമയത്ത്, പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ പ്രകാരം ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കണം? അവിടെ അണ്ടർ റൈറ്ററെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. അണ്ടർ റൈറ്റർ ഈസ് ഗ്യാരണ്ടീസ് ദ പെർഫോമൻസ്. അണ്ടർ റൈറ്റർ എന്ത് ചെയ്യുന്നു? ഷെയറിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഗ്യാരണ്ടി നിൽക്കുന്ന ആളാണ് അണ്ടർ റൈറ്റർ. സോ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന ഗ്യാരണ്ടി പ്രൊസീജിയർ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പബ്ലിക് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട സെബിയുടെ ഗൈഡ് ലൈൻസ്. ഒന്നാമത്തെ പ്രോസ്പെക്ടസ് ആപ്ലിക്കേഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. റിസ്ക് ഫാക്ടേഴ്സ് മെൻഷൻ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് തുടങ്ങിയവ മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് 21 ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്തിരിക്കണം. കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച്, കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നിലവിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കണം. പ്രീമിയത്തിനാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ജസ്റ്റിഫിക്കേഷൻ നൽകിയിരിക്കണം, കൃത്യമായ ന്യായീകരണം നൽകണം, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഷെയർ പ്രീമിയത്തിന് വിൽക്കുന്നത് എന്ന്. അതുപോലെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് മിനിമം 3 ദിവസം, മാക്സിമം 10 ദിവസം ഓപ്പൺ ആയിരിക്കണം. മിനിമം നമ്പർ ഓഫ് കളക്ഷൻ സെൻറ്റേഴ്സ് പ്രധാനമായിട്ടും 4 മെട്രോപൊളിറ്റൻ സിറ്റിയിലെങ്കിലും വേണം. അണ്ടർ റൈറ്റിംഗ് മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്തിരിക്കണം? കളക്ട് ചെയ്യുന്ന അപ്ലിക്കേഷൻ മണി ഷെഡ്യൂൾഡ് ബാങ്കിലെ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കണം. അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ത് ചെയ്തിരിക്കണം? രേഖപ്പെടുത്തിയിരിക്കണം, പ്രോസ്പെക്ടസിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പബ്ലിക് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് സെബി പുറത്തിറക്കിയിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.